ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ഒരുപാട് പേരുടെ ത്യാഗവും പോരാട്ടവും ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് ഇന്നത്തെ ഈ സ്വതന്ത്ര ഇന്ത്യ. സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു ആഘോഷമല്ല, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും കൂടിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. അപ്പോൾ ഇന്നത്തെ ട്യൂഷൻ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഇന്ന് എനിക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് ഇന്ന് വൈകിട്ട് 3 മണി മുതലായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് വെച്ചിരുന്നത്. കുറേ പേർക്ക് എക്സാം കഴിഞ്ഞു, കുറച്ചു പേർക്ക് എക്സാം തുടങ്ങി. എന്തായാലും 20-ാം തീയതി വരെയും ഈ പോരാട്ടം ഉണ്ടാകും. എൻ്റെ വീഡിയോയിൽ മിക്കപ്പോഴും നിങ്ങൾ അമ്മൂമ്മപ്പഴം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് അൽഫി വന്നപ്പോൾ കുറച്ചധികം അമ്മൂമ്മപ്പഴവുമായിട്ടാണ് വന്നത്. പക്ഷേ ഇതൊന്നും പാകമായിട്ടില്ല, ചെറിയൊരു കയ്പുണ്ടായിരുന്നു. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പഴുക്കണം, അതൊരു മഞ്ഞ കളറാവും. മഞ്ഞ കളറാകുമ്പോൾ കഴിക്കാം. ഏതെങ്കിലും വിളഞ്ഞതാ അത് കഴിക്കുക. കണ്ടോ, അതായത് അതിന് ചെറിയ മധുരം, ഒരു പുളിപ്പ് കാണും. കയ്പുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന അമ്മൂമ്മപ്പഴം മുഴുവനും കയ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അതത്ര നന്നായിട്ട് രുചിക്കാനും പറ്റിയിട്ടില്ല. ഇനി എന്തായാലും പഴുത്ത് കഴിയുമ്പം ഈ കുട്ടികളെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ അബി എക്സാം എഴുതുന്നത് നിങ്ങൾ കണ്ടല്ലോ. സയൻസിൻ്റെ എക്സാം ആണ്. അവന് നല്ല മാർക്കുണ്ട്, സ്റ്റിക്കി നോട്ട് കിട്ടി. റിച്ചുകുട്ടൻ ഇത്തിരി താമസിച്ചാണ് ക്ലാസ്സിൽ വന്നത്. ക്ലാസ്സിൽ വന്നപ്പോൾ കുറേയധികം വസ്തുക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയതായിട്ടൊരു വാച്ച് ഉണ്ടായിരുന്നു, ഒരു പേന പെൻസിൽ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ആണ്. നമ്മുടെ റിച്ചുവിന് ട്യൂഷന് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം ആളൊന്ന് പണിമുടക്കും, അല്ലാത്ത പക്ഷം എല്ലാ ദിവസവും വരാറുണ്ട്. അങ്ങനെ അവസാനം ഞാനും റിച്ചു അൽഫിയും ഇന്ന് വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിയിൽ നമ്മുടെ അൽഫിയുടെ വാപ്പിച്ച വിളിക്കാൻ വന്നു. പിന്നെ അൽഫി പോയി. റിച്ചുവിനെ ഞാൻ വീട്ടിലോട്ടാക്കിയിട്ട് ഞാനിക്കൊന്ന് വീട്ടിലോട്ട് പോകണമായിരുന്നു. സാധാരണയുള്ള ദിവസം നമ്മുടെ വീട്ടിലെ ചെമ്പരത്തിക്കുട്ടന്മാർ ഓരോ ദിവസവും ഓരോന്ന് വെച്ചാണ് വിരിയാറുള്ളത്. പക്ഷേ ഇന്ന് എല്ലാവരും ഒന്നിച്ച് വിരിഞ്ഞിട്ടുണ്ട്. രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു ചെമ്പരത്തികളുടെ വീഡിയോ എടുക്കണേന്ന്. അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോ ആണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ കാണാം.